തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF-ൽ ഭിന്നത. കോൺഗ്രസും മുസ്ലിം ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി. നഗരസഭയിൽ UDF-ന് 13ഉം LDF-ന് 12 അംഗങ്ങളുമാണുള്ളത്. ഇടുക്കിയിൽ നിന്ന് എബിൻ ജോസ് വിവരങ്ങളുമായി. എന്താണ് പ്രതിസന്ധി എബിൻ, വിവരങ്ങൾ? അനുജ, നിലവിൽ തൊടുപുഴ നഗരസഭയിൽ കക്ഷി നിലയിൽ UDF-നാണ് ഭൂരിപക്ഷമുള്ളത്. പക്ഷേ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസും ലീഗും രണ്ട് തട്ടിലായതോടെയാണ് ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 6 കൗൺസിലർമാർ വീതമാണ് ഇരു പാർട്ടികൾക്കുമുള്ളത്. ഒരു കേരള കോൺഗ്രസിന് ഒരു കൗൺസിലറുമുണ്ട്. അങ്ങനെ 13 പേരാണ് UDF-നുള്ളത്. 12 അംഗങ്ങളാണ് LDF-നുള്ളത്. ഒരു സ്വതന്ത്ര അംഗവുമുണ്ട്. നിലവിൽ UDF-ലെ ഭിന്നത മുതലാക്കി ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിക്കാമെന്നാണ് LDF കരുതുന്നത്. കാര്യം, തെരഞ്ഞെടുപ്പിന് മുന്നേ കുറേ ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ചെയർമാൻ സ്ഥാനത്തെ സംബന്ധിച്ച് UDF-നുള്ളിൽ സമവായമുണ്ടായില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നിലവിൽ ചെയർമാൻ സ്ഥാനം കൈവിടുന്ന സാഹചര്യമാണ് UDF-നുള്ളത്. അനുജ, അതാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF-ൽ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി. ഇത് മുതലെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ LDF.